VU2JOSൻ്റെ QSL നെറ്റ് പേജ് നോക്കിയാൽ അതിൽ ഇന്ത്യയിൽ നിന്ന് 3 കിവി SDRകളുണ്ട്. കിവി SDR എന്ന് പറഞ്ഞാൽ വെബ് SDR ആണ്. അത് കുറച്ച് കാലം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കൂടുതലുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റിയത് ദീമാപൂർ, നാഗാലാൻഡിൽ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയുള്ളൂ. മുമ്പ് കോയമ്പത്തൂരും ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മ 2 കൊല്ലം മുമ്പ്. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ആ ലിസ്റ്റിൽ അതില്ല. SDR എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ. പണ്ട് ഹാർഡ്വെയർ ഉപയോഗിച്ച് ചെയ്തിരുന്ന മിക്ക ജോലികളും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ അമേച്ചർ റേഡിയോകളൊക്കെ ഒരുവിധം SDR ആണ്. എൻ്റെ FT710 റേഡിയോ ഒക്കെ ഒരു SDR ആണ്. വെബ് SDR എന്ന് പറഞ്ഞാൽ നെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു SDR ആണ്. അത് ഒന്നിലധികം ആൾക്കാർക്ക് ഒന്നിലധികം ഫ്രീക്വൻസിയിലും ബാൻഡിലും ഒക്കെ ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഈ കിവി വെബ് SDR. അത് സുളു ലീമ 4 വിക്ടർ ഓസ്കർ, വേറെ കോൾ സൈനുണ്ട് അദ്ദേഹത്തിന്, കിലോ ഫോക്സ്ട്രേറ്റ് 6 വിക്ടർ ഓസ്കർ ഡിസൈൻ ചെയ്തതാണ്. കിവി എന്ന് പറയുമ്പോൾ അറിയാലോ, ന്യൂസിലൻഡുകാരനാണ്. അതൊരു നല്ലൊരു എക്യുപ്മെൻ്റാണ്. 0 മുതൽ 30 MHz വരെ അത് ട്യൂൺ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈനായിട്ട് 888 കിവി SDRകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിൽ 1169 പേര് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിവി SDR ലിനക്സ് ബേസ്ഡ് ആണ്, ബീഗിൾ ബോൺ കമ്പ്യൂട്ടറിലാണ്. അഡീഷണലായിട്ട് റേഡിയോ സർക്യൂട്ടുകളുണ്ട്. പലതരത്തിലുള്ള സിഗ്നലുകളും അതിനെ റിസീവ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും സാധിക്കും. പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറൊരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. കിവി SDR2 ബീഗിൾ ബോൺ ഗ്രീൻ അലൂമിനിയം എൻക്ലോഷറിലാണ് വരുന്നത്. അതിന് ധാരാളം ദ്വാരങ്ങളുണ്ട്, അപ്പോൾ നല്ലൊരു കൂളിംഗ് കിട്ടും. ആ എൻക്ലോഷർ തന്നെ ഒരു ഹീറ്റ് സിങ്ക് പോലെയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ പുറത്തൊരു ഫാൻ വെച്ച് കൂൾ ചെയ്യുകയും ചെയ്യാം. ഷിപ്മെൻറ്റിൽ GPS ആൻ്റണിയും സെൽഫ് ടെസ്റ്റ് കേബിളും ഉണ്ട്. കൂടെ വരുന്ന SD കാർഡ് ഇൻസേർട്ട് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ബീഗിൾ ബോൺ ഗ്രീൻ കമ്പ്യൂട്ടറിലെ ഡേബിയൻ ഫയൽ സിസ്റ്റം കറപ്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രമേ റീഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് SD കാർഡ് തന്നിരിക്കണേ. അല്ലാതെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ കിവി കോൺഫിഗറേഷൻ നഷ്ടപ്പെട്ടു പോവും, റീഫ്ലാഷ് ചെയ്യേണ്ടി വരും. ഒരു ലോ നോയ്സ് 5 വോൾട്ട് പവർ സപ്ലൈ ഇഥർനെറ്റ് കേബിൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത്, അപ്പോൾ നമ്മളെ വീട്ടിലെ വൈഫൈ റൂട്ടറിൻ്റെ അതിലേക്ക്